സാധാരണ ജനങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകമാകുന്ന ജനകീയാസൂത്രണ പദ്ധതി യുഡിഎഫ് സർക്കാർ അട്ടിമറിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. കുട്ടനാട്ടിലെ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംസ്ഥാനത്തെ ഭാവിയിൽ ഗുരുതരമായി ബാധിക്കും. ആസൂത്രണത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം വീണ്ടും കൊണ്ടുവരാൻ ശ്രമം നടക്കുകയാണ്. ജനങ്ങൾക്കുണ്ടായിരുന്ന പങ്കാളിത്തവും കുറയുന്നു. അത് ഗൗരവമായി കാണണം. ഇവിടെ കാർഷിക മേഖലയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ സജീവമാണ്. കൃഷി ഗണ്യമായി കുറഞ്ഞു വരുന്നതായാണ് പ്രധാന കാരണം. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ അരിയുടെ 4/1 പോലും ഉൽപ്പാദിപ്പിക്കാത്ത സ്ഥിതിയാണിപ്പോൾ. ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയാണ് 1997 KSKTU നെൽവയൽ സംരക്ഷണം ആരംഭിച്ചത്. എന്നാൽ അന്ന് ആ സമരത്തെ വെട്ടിനിരത്തൽ സമരമെന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് പലരും ശ്രമിച്ചത്. ഇന്ന് പാടങ്ങൾ വ്യാപകമായി നികത്തുകയും നെൽകൃഷി ആശങ്കാജനകമായി കുറഞ്ഞു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ KSKTU വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏറ്റവും ശരിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വില കൊടുത്തും പാടങ്ങൾ നികത്തുന്നത് ഒഴിവാക്കാനും നെൽകൃഷി പരമാവധി വർദ്ധിപ്പിക്കുവാനുമുള്ള നടപടികൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. LDF ഭരണകാലത്ത് ഒറ്റ വകുപ്പായിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് 3ആയി വെട്ടിമുറിച്ച് 3 മന്ത്രിമാരുടെ കീഴിലാക്കി ജനകീയാസൂത്രണ പദ്ധതിയെ UDF തകർത്തു. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം പാവപ്പെട്ടവർക്ക് വീട് നൽകിയിരുന്ന EMS IAY പദ്ധതികൾ അവതാളത്തിലായെന്നും അദ്ദേഹം പറഞ്ഞു. ആസൂത്രണത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം വീണ്ടും കൊണ്ടുവരാൻ UDF ശ്രമം നടത്തുകയാണെന്ന് പറഞ്ഞ VS, നെൽവയൽ നികത്തുന്നതിനെതിരെ KSKTU നടത്തിയ വെട്ടിനിരത്തൽ സമരങ്ങൾ ശരിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. തോമസ് ചാണ്ടി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CK സദാശിവൻ MLA, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ തുടങ്ങിയവർ സംസാരിച്ചു.